PM ശ്രീ പദ്ധതിയിൽ മെല്ലെപ്പോക്ക് നയവുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രം തുടർ നടപടി എന്ന നിലപാടിലാണ് സർക്കാർ. നയപരമായ തീരുമാനമായതിനാൽ UDF-ൽ ചർച്ച ചെയ്തേ മുന്നോട്ടു പോകാൻ കഴിയുകയുള്ളൂ എന്ന് മന്ത്രി വ്യക്തമാക്കി. നിയമപരവും സാങ്കേതികപരവുമായ വശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് നിലവിലെ സർക്കാരിന്റെ നയം. എന്നാൽ LDF സർക്കാർ കരാർ ഒപ്പിട്ടതിലും ഫണ്ട് സ്വീകരിച്ചതിനാലും പദ്ധതി നിലവിലുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. റഹീസ് റഷീദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. റഹീസ്, കഴിഞ്ഞ സർക്കാർ എത്രത്തോളം വെട്ടിലായിരുന്നു വിഷയത്തിലെന്ന് നമ്മൾ കണ്ടതാണ്. ഈ സർക്കാരിന്റെ നയം എന്താണെന്നുള്ള കാത്തിരിപ്പ് കൂടിയാണ്. ഇതിൽ ഒരു മെല്ലെപ്പോക്ക് നയം എന്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത്? ശ്രുതി, അക്കാര്യത്തിലാണ് ഒരു വ്യക്തത പ്രശ്നമുള്ളത്. സ്വാഭാവികമായും കഴിഞ്ഞ സർക്കാർ PM ശ്രീ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ നഖശിഖാന്തം എതിർത്തതാണ് UDF, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അടക്കമുള്ള UDF-ലെ പ്രധാനപ്പെട്ട കക്ഷികൾ. ഇത് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതാണ്, അതിന് സംസ്ഥാന സർക്കാർ വഴങ്ങിക്കൊടുത്തു എന്ന നിലപാടെടുത്തവരാണ്. അതിനുശേഷം UDF സർക്കാർ അധികാരത്തിൽ വരികയും ലീഗിന്റെ പ്രതിനിധിയായ N ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ മന്ത്രിയാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇതേക്കുറിച്ച് അദ്ദേഹത്തോട് പലവട്ടം മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. സ്വാഭാവികമായും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഇത് ഞങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് സാധാരണഗതിയിൽ വരേണ്ട മറുപടി. ഷംസുദ്ദീൻ ആയതുകൊണ്ടും ലീഗ് ആയതുകൊണ്ടും അന്ന് എതിർത്തത് കൊണ്ടും ഈ പദ്ധതിയുമായി മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന നിലപാടായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു ഷാർപ്പായ നിലപാട് പറയുന്നില്ല എന്നത് വസ്തുതയാണ്. കേന്ദ്ര സർക്കാരിന് മുന്നിൽ സംസ്ഥാന സർക്കാർ ഇതിനകം തന്നെ ഒപ്പിട്ട് പോയി സെക്രട്ടറിയോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം അക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ. നയപരമായ തീരുമാനമെടുക്കേണ്ട ഒരു വിഷയമാണ്. മന്ത്രി എന്ന നിലയിൽ എനിക്ക് മാത്രം പറയാൻ കഴിയുന്ന കാര്യമല്ല എന്നൊക്കെയാണ് N ഷംസുദ്ദീൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമോ, അതായത് ഈ രൂപത്തിലല്ല മറ്റൊരു രൂപത്തിൽ മുന്നോട്ട് പോകുമോ എന്ന സംശയം ചില കേന്ദ്രങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിനകത്ത് ലീഗും കോൺഗ്രസും എടുക്കുന്ന ഒരു നയപരമായ തീരുമാനം നടപ്പിലാക്കുകയായിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുക. സാധാരണഗതിയിൽ ഈ പദ്ധതി ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതകളില്ല. എന്നിട്ടും അത് മുന്നോട്ട് പോകില്ല എന്ന് ഷംസുദ്ദീൻ പറയാത്തത് എന്താണ് എന്ന കാര്യത്തിലാണ് ഒരു ആകാംക്ഷ ബാക്കി നിൽക്കുന്നത്. തീർച്ചയായിട്ടും ആ നിലപാട് തന്നെയാണ് അറിയേണ്ടത്. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.